അഫലപ്രേപ്സുനാ കർമ്മ യത് സാത്വികമുച്യത്തെ യത്തത് സാത്വികമുച്യത്തെ യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയത്തെ ബഹുലായാസം തദ് രാജസമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാം അനപേക്ഷ്യ ച പൗരുഷം മോഹാദാരഭ്യത്തെ കർമ്മ യത്താമസമുദാഹൃതം മുക്തസംഗോനഹം വാദി ധൃത്യുത്സാഹസമന്വിതഃ സിദ്ധ്യസിദ്ധ്യോർനിർവികാരഃ കർത്താ സാത്വിക ഉച്യത്തെ രാഗീ കർമ്മഫലപ്രേപ്സുഃ ലുബ്ധോ ഹിംസാത്മകോ ശുചിഃ ഹർഷശോകാന്വിതഃ കർത്താ രാജസഃ പരികീർത്തിതഃ അയുക്തപ്രാകൃതസ്തബ്ധഃ ശഠോ നൈഷ്കൃതികോലസഃ വിഷാദി ദീർഘസൂത്രേ ച കർത്താ താമസ ഉച്യത്തെ ബുദ്ധിർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധിഃ സാ പാർത്ഥ സാത്വികീ യയാ ധർമ്മമധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിഃ സാ പാർത്ഥ രാജസീ അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിഃ സാ പാർത്ഥ താമസീ. വീണ്ടും ഈ സാത്വികവും രാജസവും താമസവുമായിട്ടുള്ള ഈ അഹങ്കാര ഭേദങ്ങളും ബുദ്ധിഭേദങ്ങളും ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഇതൊക്കെ വളരെ ഈ ജ്ഞാന സാധന ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ സാത്വികം രാജസം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓരോന്നും ഇത് സൂക്ഷ്മത്തിൻ്റെ തലത്തിലേക്ക് പോകുന്നത് ഇപ്രകാരമാണ്. നമ്മൾ ഈ ധ്യാനത്തിൽ സൂക്ഷ്മത്തിൻ്റെ തലത്തിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കേൾക്കും. ധ്യാനത്തിൻ്റെ തലത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തലത്തിൻ്റെ സൂക്ഷ്മത ആണത് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഈ അവ്യക്തം എന്ന് പറയുന്ന ഒരു ശൂന്യതയിൽ പോയിട്ട് നിൽക്കുക എന്നുള്ളത് അർത്ഥത്തിലല്ല ധ്യാനം. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അവ്യക്തതയിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ പോയി നിന്നു എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശൂന്യത്തിൽ പോയിട്ട് തിരിച്ചു വന്നാൽ ശൂന്യം, അത്രയേ ഉള്ളൂ. ഗുണമുള്ളതൊന്നുമല്ല. പിന്നെ ഈ ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിന് ഗുണമുള്ളതാണ്. ഈ സിദ്ധി വിശേഷങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വ്യവഹാരത്തിന് ഗുണം കിട്ടും. അത് വ്യവഹാരത്തിൻ്റെ ഗുണമാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം എങ്ങനെയാണ് ജ്ഞാനം കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വേർതിരിച്ചറിയുന്നത്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജ്ഞാനം പുതുതായിട്ടൊന്നും സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. ജ്ഞാനം ഉള്ളതിനെ നമുക്ക് കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. ജ്ഞാനം കർമ്മച്ച കർത്താച്ച നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യത്തെ. അതായത് ഈ 19ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, ജ്ഞാനം കർമ്മച്ച കർത്താച്ച ത്രിധൈവ ഗുണഭേദതഃ പ്രോച്യത്തെ ഗുണസംഖ്യാനെ യഥാവശ്രുണു താന്യപി. അവിടെ ജ്ഞാനം കർമ്മച്ച കർത്താച്ച,
നമുക്കിവിടെ ജ്ഞാനത്തിനെ കുറിച്ചാണ്, ഈ സാത്വികം രാജസം താമസം എന്ന് പറഞ്ഞ ജ്ഞാനത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ 3 ശ്ലോകങ്ങളിൽ പറഞ്ഞത്. ഇനിയും അടുത്തതായിട്ട് കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജ്ഞാനം കർമ്മച്ച കർത്താച്ച, ഇത് ജ്ഞാനം കഴിഞ്ഞു, ഇനി അടുത്തത് കർമ്മമാണ്. ഞാൻ കോട്ട് ചെയ്തത് 19ാമത്തെ ശ്ലോകം, 23ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നത്. നിയതം സംഘരഹിതം അരാഗദ്വേഷതഃ കൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികം ഉച്യത്തെ. നിയതം നിത്യം എപ്പോഴും എന്നുള്ളത്, സംഘരഹിതം ആസക്തിവർജിതം സംഘം കൂടാതെ, അരാഗദ്വേഷതഃ. ഇപ്പോൾ സംഘത്തിൻ്റെ അർത്ഥം കൊടുത്തത് ആസക്തി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ കാമക്രോധങ്ങളില്ലാതെ എന്നുള്ളതാണ് ഈ ആസക്തി എന്നുള്ള ഇതുകൊണ്ട് വരുന്നത്. അരാഗദ്വേഷതഃ എന്നിവിടെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. രാഗപ്രയുക്തേന കൃതം രാഗപ്രയുക്തേന ദ്വേഷപ്രയുക്തേന ച കൃതം രാഗദ്വേഷതഃ കൃതം തദ്വിപരീതഃ കൃതം അരാഗദ്വേഷതഃ കൃതം. അപ്പോൾ രാഗത്താൽ നിയോഗിക്കപ്പെട്ടിട്ടോ ദ്വേഷത്താൽ നിയോഗിക്കപ്പെട്ടോ, അതായത് രാഗത്താലോ ദ്വേഷത്താലോ ചെയ്യപ്പെടുന്ന കർമ്മത്തിനെ രാഗദ്വേഷത കൃതം എന്ന് പറയുന്നു. അതിന് വിപരീതമായിട്ടുള്ളതാണ് അരാഗദ്വേഷത കൃതം, രാഗദ്വേഷങ്ങൾ കൂടാതെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സംഘരഹിതം എന്നും കൂടെയുള്ള പറച്ചിലില്ലാത്ത ആസക്തിരഹിതം എന്നുള്ള അർത്ഥം കൊടുത്തത്. അപ്പം നമുക്ക് എപ്പോഴുള്ള ഈ സംഘം കൂടാതെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കേൾക്കുന്നൊരു വാക്കാണ്. ഇതാണ് ഈ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആസക്തി വർജിതം. അപ്പോൾ ഈ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സംഘത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ആസക്തി എന്നുള്ളത്. രണ്ടും ഒരേ അർത്ഥം തന്നെ. നമ്മൾ പറയത്തില്ല സാധാരണ വല്ലാത്തൊരു ആസക്തിയായിരുന്നു അതിനോട് എന്നൊക്കെയുള്ള ആ ഒരു പ്രയോഗമാണ് നമ്മൾ. അപ്പോൾ അതിനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ഒരു ജനറൽ ടേമിലാണ് അത് ഉപയോഗിക്കുന്നത്. ദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ ഫലപ്രേപ്സുന അഫലപ്രേപ്സുന, ഇങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നത്. ഫലം പ്രേപ്സതി ഇതി ഫലപ്രേപ്സുഹു, ഫലത്തെ പ്രാപ്തും ഇച്ഛ പ്രേപ്സ, ഇങ്ങനെയാണ് പ്രാപിക്കാൻ ആഗ്രഹിക്കുക. അപ്പം പ്രാപിക്കാൻ ആഗ്രഹിക്കുക ഫലപ്രേപ്സ, ഫലപ്രേപ്സുന അതിനാൽ. പിന്നെ അതിൻ്റെ വിപരീതമാണ് അഫലപ്രേപ്സുന, അതായത് ഫലത്തെ കാക്ഷിക്കാതെ എന്ന് ഒറ്റവാക്കിനർത്ഥം. ഫലം പ്രേപ്സസി ഇതി ഫലപ്രേപ്സുഹു, ഫലം പ്രാപ്തും ഇച്ഛതി എന്നുള്ളതാണ് പ്രേപ്സതി എന്ന് പറയുന്നത്. ഇത് ഫലപ്രേപ്സുഹു ഫലതൃഷ്ണ, അതിന് ഫലത്തിലുള്ള ആഗ്രഹം എന്ന് പറയുന്നു. തദ്വിപരീതേന അഫലപ്രേപ്സുന, ഫലകാംക്ഷ കൂടാതെ. ഇപ്പം നമ്മൾ ജനറലായിട്ട് പറയുമ്പം ഫലകാംക്ഷ കൂടാതെ, സംഘരഹിതമായിട്ട് ഫലകാംക്ഷ കൂടാതെ രാഗദ്വേഷരഹിതമായിട്ട് കർമ്മം ചെയ്യുന്നു എന്ന്. കർമ്മ യത് തത്ത് സാത്വികം ഉച്യത്തെ, അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിനെയാണ് സാത്വികം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഈ കർമ്മയോഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണുന്നതും ഇതേ നിർവചനം തന്നെയാണ്. അതുകൊണ്ട് ഈ ഭഗവത്ഗീതയിൽ ഈ കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം അധ്യായത്തിലോ 3ാം അധ്യായത്തിലോ അങ്ങ് ഒതുങ്ങുന്ന ഒന്നല്ല കർമ്മയോഗം എന്ന് പറയുന്നത്. ഇതായത് ജനറൽ കോൺസെപ്റ്റാണ്, എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കർമ്മയോഗം എന്നുള്ളതാണ് അവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ കർമ്മയോഗം നമുക്ക് കർമ്മമാണ്, അകർമ്മമല്ല. ആ കർമ്മയോഗം അത് കർമ്മമാകിയാൽ അത് നമുക്ക് സാത്വികത്തിൽപ്പെടുത്താൻ പറ്റുമോ, രാജസത്തിൽപ്പെടുത്താൻ പറ്റുമോ, താമസത്തിൽപ്പെടുത്താൻ പറ്റുമോ? അതാണ് സാത്വികം, അതാണ് സാത്വിക കർമ്മം. അപ്പം നമ്മൾ എപ്പോഴും കർമ്മയോഗം ചെയ്യുന്നവനും സാത്വിക കർമ്മം ചെയ്യുന്നവൻ രണ്ടും രണ്ടാണെന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അത് നമുക്കിവിടെ മാറ്റിവെക്കാം. കാരണം സാത്വിക കർമ്മം എന്ന് പറയുന്നതും കർമ്മയോഗം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാകുന്നു. ഭക്തി എന്ന് പറയുന്നതും, അതായത് ഈശ്വരാർപ്പണമായ കർമ്മത്തിനെയാണ് ഭക്തിയിലുള്ളത്. ഈശ്വരാർപ്പണമായ കർമ്മമാണ് ഭക്തിയിലുള്ളത്. അപ്പോൾ ഈ ഈശ്വരാർപ്പണമായ കർമ്മം എന്ന് പറയുന്നതും പിന്നെ കർമ്മയോഗം എന്ന് പറയുന്നതും
സാത്വികമായ കർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുന്നതും എല്ലാം ഇവിടെ ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. എത്തത് എത്ത് തത്ത്, അതാണ് എത്തത് കർമ്മ. എത്തത് സാത്വികം ഉച്ചത് കർമ്മ. എത്ത് കർമ്മ തത്ത് എന്ന് ഏതൊരു കർമ്മമാണോ അത്. ഈ എത്ത് യാതൊന്ന് അത് കർമ്മത്തോട് ചേരും. യത് കർമ്മ തത്ത്, അത് കർമ്മ എന്നുള്ളത് നപുംസകമായതുകൊണ്ടാണ് യത്ത് തത്ത് എന്നുള്ളതായിപ്പോയത്. കർമ്മ യത്ത് തത്ത് സാത്വികം ഉച്ചത്, അതിനെ സാത്വികം എന്ന് പറയുന്നു. സാത്വികം കർമ്മ എന്നുള്ളത്. അപ്പോൾ ഈ കർമ്മത്തിനെ സാത്വികം എന്ന് പറയുമ്പോൾ സാത്വികം കർമ്മ എന്ന് പറയും. യത്തു കാമേപ്സുന കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയത്തെ ബഹുലായാസം തദ്രാജസമുദാഹൃതം. യത്തു കാമേപ്സുന കർമ്മ, കാമ ഈപ്സ കാമേപ്സ കാമേപ്സുന തേന, കാമ ഈപ്സ കാമേപ്സ തേന കാമേപ്സുന, കാമത്തോടുകൂടി കാമേച്ഛയോടുകൂടി ഇങ്ങനെയൊക്കെയുള്ള പലതുണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഈ കാമ ഈപ്സുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലപ്രേപ്സുന എന്നുള്ളത് ഫലകാംക്ഷയോട് കൂടിയിട്ടുള്ളതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യത്തു കാമേപ്സുന കർമ്മ സാഹങ്കാരേണ വാ പുനഃ. അപ്പോൾ അഹങ്കാരേണ സഹ, സാഹങ്കാരേണ എന്ന്, സാഹങ്കാരേണ വാ പുനഃ. അപ്പോൾ ഈ നമുക്ക് ഈ സഹ ചേർക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ വരും, അഹങ്കാരേണ സഹ സാഹങ്കാരേണ എന്ന്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എവിടുന്നാണ് ഈ സാ കയറി വന്നത് എന്നുള്ളത്. അപ്പം അഹങ്കാരേണ സഹ സമം സാഹങ്കാരേണ. അഹങ്കാരത്തോടു കൂടി. അപ്പോൾ യാതൊരു കർമ്മമാണോ ഫലകാംക്ഷയോടുകൂടിയും അഹങ്കാരത്തോടു കൂടിയും സാഹങ്കാരേണ വാ പുനഃ. ഭാഷ്യം നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാഹങ്കാരേണ ഇതി ന തത്വജ്ഞാനാപേക്ഷയ. അപ്പോൾ അഹങ്കാരത്തോടു കൂടി എന്ന് ഇവിടെ പറയുമ്പോൾ തത്വജ്ഞാന ന അപേക്ഷയ, അപ്പം തത്വജ്ഞാനം കൂടാതെയുള്ളത്. അപ്പോൾ സാത്വിക കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്. അപ്പോൾ അതിനകത്തും നമുക്ക് മനസ്സിലാക്കാം കർമ്മയോഗത്തിന് തത്വജ്ഞാനം വേണം. ഇത് നമുക്ക് രണ്ടാമതും ഉള്ള ഒരു തെറ്റിദ്ധാരണയായിട്ട് ഉള്ളത് ഒന്നാണ്. തത്വജ്ഞാനം വേറെ, കർമ്മയോഗം വേറെ. കർമ്മയോഗം നമുക്ക് കർമ്മമേ അനുഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ. കർമ്മയോഗം മനസ്സിലാക്കുകയാണ്. ബുദ്ധിർ യോഗം തിമാം ശൃണു എന്നൊക്കെയുള്ള ഭഗവാന്റെ ബുദ്ധിയോഗം എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് തത്വജ്ഞാനമാണത്. അപ്പം കർമ്മയോഗം എന്ന് പറയുന്നത് തത്വജ്ഞാനത്താൽ മാത്രം സാധ്യമായ ഒന്നാണ്. നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് കർമ്മമാണ്. അതിപ്പോഴും അതുകൊണ്ടാണ് സാത്വികം കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അനുഷ്ഠാനത്തിൻ്റെ ദൃഷ്ടിയിൽ അല്ലെ പ്രവൃത്തിയുടെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതാ സാത്വികം കർമ്മ എന്ന് പറയണം. പിന്നെ അത് ബുദ്ധിയോഗം എന്ന് പറയുമ്പോൾ മാത്രമാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് ദൃഷ്ടിയിലാണ് ഇത് നോക്കുന്നത് എന്ന് സാരം. അതുകൊണ്ടാണ് ഇവിടെ സാഹങ്കാരേണ എന്നുള്ള പ്രയോഗത്തിന് തത്വജ്ഞാനം കൂടാതെ എന്ന്. അതായത് ഒരു കർമ്മയോഗി തത്വജ്ഞാനിയായിരിക്കും. തത്വജ്ഞാനി അല്ലാത്ത ഒരാൾക്ക് കർമ്മയോഗിയാകാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കും ഇവൻ കർമ്മയോഗിയാണ്, ഇവൻ തത്വജ്ഞാനിയല്ല, ഇവൻ തത്വജ്ഞാനം വേണ്ട എന്ന് വെച്ചിട്ട്, അതായത് ജ്ഞാനവിചാരം വേണ്ട എന്ന് വെച്ചിട്ട് കർമ്മയോഗത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നടക്കുക. അത് നാട്ടുകാരെ സേവിക്കുക എന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ കർമ്മയോഗി ആവത്തില്ല. കർമ്മയോഗി എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ കർമ്മയോഗി ഉണ്ടാവത്തുള്ളൂ. നാട്ടുകാരെ സേവിച്ചു കഴിഞ്ഞാൽ അത് പുണ്യപ്രവൃത്തി നൽകുന്നു എന്ന്. ആ പുണ്യപ്രവൃത്തി നൽകുന്നത് സാഹങ്കാരത്തോടു കൂടിയാണോ നിരഹങ്കാരത്തോടു കൂടിയാണോ ഫലകാംക്ഷയോടു കൂടിയാണോ ഫലകാംക്ഷ കൂടാതെയാണോ, ഇങ്ങനെയുള്ളതെല്ലാം വെച്ചുകൊണ്ട് ആ നാട്ടുകാരെ സേവിക്കുന്ന ഉദാഹരണമാണ്. അതേമാതിരി എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇത് സാത്വിക കർമ്മമാണോ, ഇത് രാജസകർമ്മമാണോ, ഇത് താമസകർമ്മമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് ഈ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ സാധിക്കാത്ത തലത്തിൽ അത് നിർവചിക്കപ്പെട്ടു വച്ചിട്ടുണ്ട്. അതുകൊണ്ട്
മനുഷ്യൻ്റെ ബുദ്ധിയല്ല ഇവിടെ ഫലം നൽകുന്നത്, പകരം ഫലം നൽകുന്നത് ഈശ്വരനാണ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ്റെ ആ നിയമത്തിൽ ഇവൻ ചെയ്യുന്ന കർമ്മം ജനസേവനം എന്നുള്ള രീതിയിൽ, ജനസേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നദാനം കൊടുത്തു, അതൊരു ജനസേവനമാണല്ലോ. അത് ജനസേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ രാഷ്ട്രീയം കൊടിയും പിടിച്ചുകൊണ്ട് മുറ്റത്തോട്ടിറങ്ങുക, റോഡിലോട്ടിറങ്ങുക എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ജനസേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്നദാനം, വീട്ടിൽ വരുന്ന ഒരു അതിഥിക്ക് ഒരു അന്നദാനം കൊടുത്തു കഴിയുമ്പോൾ തന്നെ ജനസേവനമായി. അപ്പോൾ എന്തായാലും ഇപ്പം വീട്ടിൽ തന്നെയുള്ള ആൾക്ക് ഒരാൾക്ക് വേറൊരാൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ അതൊരു സേവനമാണ്, അതൊന്നും കണക്കില്ലാണ്ട് പോകുന്നില്ല, എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാളോട്, വീട്ടിൽ തന്നെയുള്ള ഒരാളിനോട് നല്ല വർത്തമാനം പറയുകയോ പുഞ്ചിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കണക്കിൽപ്പെട്ടു, അല്ലാതെ കണക്കില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കരുത്. അത് തന്നെ ചീത്ത വർത്തമാനവും മുഖം എന്താണ് പറയുന്നത്, കോക്രി കാണിക്കുക എന്നുള്ളത്, അത് കാണിച്ചു കഴിഞ്ഞാൽ അതും കർമ്മത്തിൽ തന്നെ പെട്ടു, അതും കണക്കുണ്ട്, കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണിതൊക്കെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം നിസ്വാർത്ഥമായിട്ട് രാജ്യത്തെ സേവിച്ചു എന്നൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കർമ്മയോഗി എന്ന് ഇങ്ങനെ ജനങ്ങളിങ്ങനെ പറയുന്നു, കർമ്മയോഗിയാണ്, ദീർഘദർശിയാണ്, ഇങ്ങനെ ഭക്തനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ഈ തത്വജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയിൽ അതിനൊന്നും വിലയില്ല. കാരണം പരവ്യക്തി അല്ലാതെ അന്യവ്യക്തികളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല ഇതൊന്നും. ഇതെല്ലാം നമുക്കിവിടെ ഈ ഈശ്വര ദൃഷ്ടിയിലാണ് ഇവൻ ചെയ്തിരിക്കുന്നത്, ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് സാത്വികർമ്മമാണോ, രാജസകർമ്മമാണോ, താമസകർമ്മമാണോ, നൈഷ്കർമ്മ്യമാണോ, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഭഗവാന്റെ ദൃഷ്ടിയിലാണുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് പിന്നെ അവനവനത് മനസ്സിലാക്കിയെടുക്കാം. ഈ അവനവൻ മനസ്സിലാക്കിയെടുക്കുമ്പോൾ അവിടെ തത്വജ്ഞാനത്തിൻ്റെ ലെവൽ അനുസരിച്ച് മാത്രം എത്രത്തോളം അറിയാം അതനുസരിച്ച് അവനവന് ഇത് മനസ്സിലാക്കിയെടുക്കാം. തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത കർമ്മം തീരുമാനിക്കാം, ചെയ്യാൻ പോകുന്ന കർമ്മം തീരുമാനിക്കാം, ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഇതിൻ്റെ വേർതിരിവിച്ച് ഇങ്ങനെ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം ഇത് ഞാൻ പൂർണ്ണമായിട്ടും ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, സാത്വിക കർമ്മമാണ്, കർമ്മഫലം കാംക്ഷ കൂടാതെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ധരിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ വിപരീതമായിരിക്കും നമുക്ക് ഫലവും കിട്ടുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ കോൺട്രഡിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ കൃത്യമായിട്ട് നമ്മളെ കാണിച്ചു തരുന്നു സാത്വികർമ്മം ഏതാണ്, രാജസകർമ്മമാണ്, താമസകർമ്മമാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ രാജസകർമ്മത്തിൻ്റെ പ്രധാന നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വജ്ഞാനമില്ലായ്മ തന്നെയാണ്. അതുകൊണ്ടാണ് സാഹങ്കാരം എന്ന് പറയുന്നത്. അപ്പം തത്വജ്ഞാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ തത്വജ്ഞാനം അപ്പോൾ ഈസി ആയിട്ട് കിട്ടത്തില്ല. തത്വജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തത്വജ്ഞാനത്തിനായിട്ട് തന്നെ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ തത്വജ്ഞാനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മനസ്സിലായി വരുന്നൊരു കാര്യമാണ് കർമ്മയോഗം എന്ന് പറഞ്ഞ്. അതാണ് അതിനകത്തെ രഹസ്യം എന്നത്. അതായത് തത്വജ്ഞാനത്തിനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ആണ് നമുക്ക് കർമ്മയോഗം സാധ്യമാവുന്നത്. കർമ്മയോഗത്തിനായിട്ടാണ് ഒരുവൻ ശ്രമിക്കുന്നതെങ്കിൽ അവൻ്റെ കർമ്മയോഗത്തിനുള്ള ശ്രമം കർമ്മത്തിലല്ല അവൻ്റെ ശ്രമം വേണ്ടത്, പകരം അവന് വേണ്ടത് തത്വജ്ഞാന ഗ്രഹണത്തിനാണ് പ്രയത്നം വേണ്ടത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം കിടക്കുന്നത്. അപ്പോൾ ഈ വ്യത്യാസം നമുക്ക് ശാസ്ത്രത്തിലൂടെ മനസ്സിലാവത്തുള്ളൂ. അതിനാണ് ഈ ഗുരു ശാസ്ത്ര എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ പ്രയോഗമുള്ളത്. അത് ഈ ജ്ഞാനത്തിലൂടെ മാത്രമേ അതും സാധ്യമാവത്തുള്ളൂ. ഇതാണ് വേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സാഹങ്കാരേണ ഇതി ന തത്വജ്ഞാന അപേക്ഷയ കിം തർഹി ലൗകിക ശ്രോത്രിയ നിരഹങ്കാര അപേക്ഷയ യോ ഹി പരമാർത്ഥ നിരഹങ്കാര ആത്മവിദ് ന തസ്യ കാമേപ്സുത്വ ബഹുലായാസ കർത്തൃത്വ പ്രാപ്തി അസ്തി എന്ന്. അതായത് ഇവിടെ ഈ वेदशास्त्र को जानने वाले लौकिक निरहंकारी की अपेक्षा से എന്നുള്ള ഒരു പ്രയോഗമാണ് കൊടുത്തത്. അതായത് ഈ ലൗകിക ശ്രോത്രിയ നിരഹങ്കാര അപേക്ഷ, പരമാർത്ഥ നിരഹങ്കാര ആത്മവിത്ത്. ഇപ്പം യോഹി പരമാർത്ഥ നിരഹങ്കാര ആത്മവിത്ത്. അപ്പോൾ യാതൊരുവനാണോ പരമാർത്ഥമായിട്ട്
ആത്മവിത്തായിട്ടുള്ളവൻ, അതായത് നിരഹങ്കാര, പരമാർത്ഥ നിരഹങ്കാര ആത്മവിത്ത്. ന തസ്യ കാമേപ്സുത്വ. അപ്പം ഇപ്രകാരം ഈ പരമാർത്ഥത്തിൽ അഹങ്കാരമില്ലാത്ത, ജ്ഞാനത്താൽ അഹങ്കാരമില്ലാത്ത വ്യക്തി ആത്മവിത്തായി, ആത്മജ്ഞാനമുള്ളവനായി. അങ്ങനെയുള്ള വ്യക്തിക്ക് കാമേപ്സുത്വ ബഹുലായാസ കർത്തൃത്വ പ്രാപ്തി ന എന്ന്. അങ്ങനെയുള്ള വ്യക്തിക്ക് കാമപ്രേരിതമായിട്ട് ബഹുല ആയാസത്തോടു കൂടിയിട്ടുള്ള ഈ കർമ്മവും പിന്നെ അതുകൊണ്ടുള്ള കർത്തൃത്വവും ആയിട്ടുള്ള പ്രാപ്തി ഉണ്ടാകുന്നില്ല എന്ന്. അപ്പം ഇവിടെ നമുക്ക് ഈ തത്വജ്ഞാനം സാഹങ്കാരേണ എന്നുള്ള പ്രയോഗത്തിൽ, ലൗകിക ശ്രോത്രിയ നിരഹങ്കാര അപേക്ഷയ എന്നുള്ള പ്രയോഗത്തിൽ ഇത് നമുക്ക് തത്വജ്ഞാനി എന്നുള്ള ദൃഷ്ടിയിൽ എടുക്കേണ്ടതില്ല. അതായത് ഏത് തത്വജ്ഞാനി? ആത്മവിത്ത് എന്നുള്ളതല്ല. ആത്മവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകർമ്മകൃത്തായിട്ട് മാറി. അപ്പോൾ ആ തത്വജ്ഞാനി എന്നുള്ള നിലയിലല്ല, പകരം നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കർമ്മയോഗിയെ അപേക്ഷിച്ച് എന്നുള്ളത്. അപ്പം തത്വജ്ഞാനം ഇവിടെ ഈ കർമ്മയോഗി എന്നുള്ള തലത്തിലുള്ള തത്വജ്ഞാനമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. അതായത് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തത്വജ്ഞാനം എന്ന് പറയുമ്പം നമുക്ക് ഒറ്റ ഒരു തത്വജ്ഞാനം അങ്ങനെയല്ല. അപ്പം ഈ തത്വജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ ലെവല് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാർപ്പണം എന്ന് പറയുന്നത് ഈസി ആയിട്ട് നടക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ആ ഈശ്വര ജ്ഞാനം, അപ്പോൾ ഈശ്വരജ്ഞാനം ഈശ്വരനെ നമ്മൾ എവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കും, ഈശ്വരനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഇപ്പം ഉപാസന എവിടെ തൊട്ട് തുടങ്ങണം. ഇപ്പം ഉപാസന ഇപ്പം മുമ്പ് ഒരു ശ്ലോകത്തിൽ കാണുകയുണ്ടായി, പ്രതിമാദൗ എന്നുള്ളൊരു പ്രയോഗത്തിൽ കണ്ടു. അപ്പം പ്രതിമയിൽ വെച്ച് ആരാധിക്കുന്നു, പിന്നെ വിശ്വം മുഴുവൻ അതായത് ജഗത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ആരാധിക്കുന്നു, പിന്നെ വിശ്വം തന്നെ ആയിട്ട് ആരാധിക്കുന്നു, പിന്നെ വിശ്വത്തിൻ്റെ ഉപരിയായിട്ട് വർത്തിക്കുന്നതായിട്ട് ആരാധിക്കുന്നു, സ്വർഗലോകത്തിലോ അല്ലെങ്കിൽ വൈകുണ്ഠം ഇങ്ങനെയുള്ള വിശിഷ്ട സ്ഥാനങ്ങളിൽ വർത്തിക്കുന്നതായിട്ട്, പിന്നെ ഹൃദയത്തിൽ വർത്തിക്കുന്നതായിട്ട്, ദേഹോ ദേവാലയ പ്രോക്തോ എന്നുള്ള രീതിയിൽ ദേഹത്തിൽ വർത്തിക്കുന്നു. ദേഹത്തിൽ ചിലർ ഇപ്പം ദേഹത്തിൽ ഓരോ സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ട് തലയിൽ സ്ഥിതി ചെയ്യുന്നു, മൂർധാവിൽ സ്ഥിതി ചെയ്യുന്നു, പിന്നെ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു, അവിടെയൊക്കെ ആയിട്ട് ഇരുത്തിയതായിട്ട് സങ്കല്പിക്കുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള സങ്കല്പങ്ങൾ സാധ്യമാകുന്നു ഈശ്വരനെക്കുറിച്ചുള്ള. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും തത്വജ്ഞാന അവബോധത്തിൻ്റെ ഫലമാണ് എന്ന് പറയാനും പറ്റത്തില്ല. കാരണം തത്വജ്ഞാന അവബോധത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ജ്ഞാനമാണെങ്കിൽ പിന്നെ അത് മാറാൻ പാടില്ല. അപ്പോൾ ഉപാസനയിൽ ഓരോ സ്ഥാനങ്ങൾ മാറുകയും ഓരോ രൂപങ്ങൾ മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ ലക്ഷണവുമായിട്ട് പൊരുത്തപ്പെടുകയും പറ്റത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ തത്വജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ നമുക്ക് തത്വജ്ഞാനം എന്നുള്ള ഡെഫിനേഷനിൽ ഇതിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും, എവിടം തൊട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ സാഹങ്കാരേണ നിരഹങ്കാരേണ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ ഈ രണ്ടും സാധ്യമാവുന്നു. ഒന്ന് തത്വജ്ഞാനം എന്നുള്ള പ്രയോഗത്തിൽ ഒന്ന് ഈ കർമ്മയോഗം വരെ സാധ്യമാകുന്ന തത്വജ്ഞാനമാവാം, രണ്ട് കർമ്മയോഗത്തിനെ അതിക്രമിച്ച് നിൽക്കുന്ന നിരഹങ്കാരത്വം എന്ന് പറഞ്ഞിരിക്കുന്ന ആത്മവിത്ത് എന്ന് പറയുന്ന ആത്മവിത്തിൻ്റെ നിരഹങ്കാരവുമാവും. അപ്പോൾ ഈ രണ്ട് ഭേദങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കർമ്മയോഗിയെ അപേക്ഷിച്ച് എന്നുള്ളത് എടുത്താൽ മതി. നമ്മൾ നിരഹങ്കാരേണ എന്നുള്ള പ്രയോഗത്തിൽ ഈ കർമ്മയോഗിയാണ് ഇവിടെ വരുന്നത്. എന്നാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിയതം സംഗരഹിതം അരാഗദ്വേഷത കൃതം അഫലപ്രേപ്സുനാ കർമ്മ. ആ പറഞ്ഞ നിർവചനങ്ങളൊക്കെ സാത്വികത്തിൽ പെടുന്നത് കൊണ്ട് അതിന് താഴെ നിൽക്കുന്ന രീതിയിലാണ് ഇവിടെയും വരുന്നത്. അല്ലെങ്കിൽ ഈ സാഹങ്കാരേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഈ മറ്റേ സാത്വികം കർമ്മത്തെയും കയറി ബാധിച്ചു കളയും. സാത്വികം കർമ്മത്തിനും ഇതേമാതിരി തത്വജ്ഞാനാപേക്ഷ എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ തുടങ്ങിയിട്ടുള്ളത് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ ആത്മവിത്തിൻ്റെ തത്വജ്ഞാനം എന്ന് പറയുന്നത് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ
സാത്വികം കർമ്മ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രാജസം കർമ്മയുടെ അതേ നിർവചനത്തിൽപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വരാതിരിക്കുക. അതായത് നമ്മൾ ചില നിർവചനങ്ങൾ വരുമ്പോൾ ഈ കടന്നു നിൽക്കാൻ പാടില്ല, പിന്നെ അതിൻ്റെ പരിധിക്ക് ഉള്ളിൽ പരിമിതപ്പെട്ടു പോകാനും പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള നിർവചനങ്ങളുണ്ട്. അപ്പം യോഹി അടുത്തത് സാത്വികസ്യ അപി കർമ്മണഃ അനാത്മവിത് സാഹങ്കാരഃ കർത്ത കിം ഉതഃ രാജസ താമസയോഹോ. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഡിസ്കഷനാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് ഭാഷ്യത്തിൽ. സാത്വികസ്യ അപി കർമ്മണഃ, അപ്പോൾ സാത്വികനായിട്ട് മുമ്പ് പറഞ്ഞ കർമ്മയുണ്ടല്ലോ, അതാണ് കർമ്മണഃ. സാത്വികസ്യ അപി കർമ്മണഃ, സാത്വികസ്യ കർമ്മണഃ, സാത്വികൻ്റെ കർമ്മത്തിൻ്റെ കാര്യത്തിലും അനാത്മവിധ സാഹങ്കാരഃ കർത്ത കിമുത രാജസ താമസയോഹോ. ആ വ്യക്തിയും ഇതേമാതിരി അനാത്മവിധാണല്ലോ. രാജസമായും താമസമായിട്ടുള്ള കർമ്മത്തിന് ചെയ്യുന്ന വ്യക്തിയെ പോലെ തന്നെയാണ് സാത്വികനായിട്ടുള്ള കർമ്മിയും അനാത്മവിധാണ്, ആത്മവിത്തല്ല. ലോകേ അനാത്മവിത് അപി ശ്രോത്രിയഃ നിരഹങ്കാരഃ ഉച്യത്തെ. അപ്പം അതുകൊണ്ട് ലോകത്തിൽ അനാത്മവിതപി, ലോകത്തിൽ അതായത് വ്യാവഹാരിക ലോകം, അതാണ് ഈ ലോകം എന്ന് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാവഹാരിക ലോകം. ആ വ്യാവഹാരിക ലോകത്തിൽ അനാത്മവിത് അപി, അനാത്മവിത്ത് ആണെങ്കിൽ കൂടിയും ശ്രോത്രിയഃ നിരഹങ്കാരഃ ഉച്യത്തെ. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ശ്രോത്രിയനെ നിരഹങ്കാരഃ എന്ന് പറയുന്നു. നിരഹങ്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനത്തോട് കൂടിയവൻ എന്നാണ് നിരഹങ്കാരൻ എന്നുള്ള അർത്ഥം. നമ്മൾ അതുകൊണ്ടാണ് ഈ ഭാഷ്യത്തിലുള്ള ഈ അർത്ഥത്തിലേ നമ്മൾ നിൽക്കാവൂ, അതായത് മറ്റർത്ഥത്തിലേക്ക് പോകരുത്. അപ്പം അവിടെ തത്വജ്ഞാനത്തോട് കൂടിയവൻ, കാരണം ഇങ്ങനെയാണ് സാഹങ്കാരേണ ഇതി ന തത്വജ്ഞാനാപേക്ഷയ. അപ്പം അതുകൊണ്ട് തത്വജ്ഞാനമുള്ളവൻ ശ്രോത്രിയൻ, ഈ നിർവചനം എടുത്താൽ മതി. അഹങ്കാരം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനമുള്ളവൻ, ശ്രോത്രിയൻ തത്വജ്ഞാനമുള്ളവൻ, അതിനാൽ അഹങ്കാരം ഇല്ലാത്തവൻ എന്ന രീതിയിലാണ് ഇവിടുത്തെ എടുത്തിരിക്കുന്നത്. മറ്റർത്ഥത്തിലേക്ക് പോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മവിത്ത് അഹങ്കാരമില്ലാത്തവൻ എന്നതിലേക്ക് നമ്മൾ പോവേണ്ടതില്ല എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ശ്രോത്രിയന്മാരെയും അഹങ്കാരമില്ലാത്തവന് എന്ന് ഇവിടെ പറയുന്നു, കാരണം തത്വാർത്ഥവിത്ത് ആകയാൽ. അപ്പം തത്വാർത്ഥവിത്ത് എന്ന് പറഞ്ഞാൽ ശ്രോത്രിയൻ ആയി കഴിയുമ്പോൾ തന്നെ ഭക്തനായി, അതാണ് അതിൻ്റെ നിർവചനം. ശ്രോത്രിയന് ഈ ഒരു പ്രതിജ്ഞയാണിത്. ശ്രോത്രിയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിജ്ഞയാണ്. അതായത് ഇനിയും ഞാനിത് ഈ ഉപാസകനായി തുടർന്നു കൊള്ളാം എന്ന്, വേദോപാസകനായി തുടർന്നു കൊള്ളാം എന്നുള്ള ഒരു സങ്കല്പമാണത്. അപ്പോൾ ആ സങ്കല്പത്തിലാണ് തുടരുന്നത്. അത് ആ സങ്കല്പത്തിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിത പര്യന്തം എന്ന് നമ്മൾ പറയുമല്ലോ, അന്ത്യകാലം വരെയും ആ ഒരു സങ്കല്പം നിലനിന്ന് പോവുകയാണ്, അല്ലാതെ ഇത് അല്പകാലത്തേക്കുള്ളതല്ല. അപ്പം അതുകൊണ്ട് ഈ ശ്രോത്രിയൻ എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്തനായി. അതുകൊണ്ട് ശ്രോത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗിയായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നിർവചനം. നമുക്ക് ഒരു കർമ്മയോഗിയാവാൻ എന്ത് ചെയ്യണം? ശ്രോത്രിയനായാൽ മതി. അപ്പോൾ ശ്രോത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടം തൊട്ട് തുടങ്ങണമെന്നുള്ളതാണ്. ഗുരുപസക്തി, അതായത് ഈ ചിലപ്പം പിതാവായിരിക്കും ഗുരുവായിട്ടുള്ളത്. പിതാവിൽ നിന്നും ബ്രഹ്മോപദേശം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗായത്രി ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് ശ്രോത്രിയൻ എന്നറിയപ്പെടുന്നു എന്നാണ്. പിന്നീട് ഈ ശ്രുതി എന്ന് പറയുന്നത് പഠിക്കാൻ ഉള്ള അധികാരം കിട്ടി. അപ്പോഴാണ് ശ്രുതി പഠിക്കാനുള്ള അധികാരം കിട്ടുന്നത്. ശ്രുതി പഠിക്കാൻ തുടങ്ങിക്കഴിയുമ്പം അതനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കവിടെ ഭക്തനായി, വ്യക്തിയും ഭക്തനായി, കർമ്മയോഗിയായി. നമ്മളൊരിക്കൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചായിരിക്കും ബുദ്ധി നിൽക്കുന്നത്. ബുദ്ധിക്കനുസരിച്ച് നമ്മൾ ഈ വ്യക്തി നിൽക്കും എന്നുള്ളത്. ബുദ്ധി എന്തോ അതനുസരിച്ചിട്ടാണ് വ്യക്തി. അല്ലാതെ നമുക്ക് ബുദ്ധി നല്ല ബുദ്ധിയും വ്യക്തി മോശം വ്യക്തിയും എന്ന് പറയുന്ന രണ്ടിൽ. ബുദ്ധി നിറച്ചും വേദമാണെന്നുണ്ടെങ്കിൽ വേദത്തിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് വ്യക്തി. അപ്പോൾ സാത്വികസ്യ അപി അവിടെ കഴിഞ്ഞു. ലോകേ അനാത്മവിദപി ശ്രോത്രിയഃ നിരഹങ്കാരഃ ഉച്യത്തെ. നിരഹങ്കാരഃ അയം ബ്രാഹ്മണഃ ഇതി.
ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയം ബ്രാഹ്മണ നിരഹങ്കാര ഈ ബ്രാഹ്മണൻ നിരഹങ്കാരനാണ്, അഹങ്കാരമില്ലാത്തവൻ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ബ്രാഹ്മണൻ ദേവനാണ്. നമ്മൾ സാധാരണ കേൾക്കുന്നൊരു വാക്കാണ്. ബ്രാഹ്മണൻ ദേവനാണ്. എന്തുകൊണ്ട്? നിരഹങ്കാരത്വാത്, അഹങ്കാരമില്ലായ്മയാൽ. നിരഹങ്കാരത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിരഹങ്കാരത്വം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം ആണ്. അപ്പം തത്വജ്ഞാനാത് നിരഹങ്കാര, നിരഹങ്കാരാത് ദേവത്വം യസ്യ അസ്തി സഹ ബ്രാഹ്മണ. അത്തരത്തിലേക്ക് അത് പോകുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ബ്രാഹ്മണൻ ഇവിടെ നിരഹങ്കാരത്തോടു കൂടിയവൻ എന്ന് പറയും. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് സാധു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ സാധു എന്ന്. പിന്നെ ഈ ബ്രാഹ്മണൻ സാധുവാണ് എന്നുള്ളത് അങ്ങ് സമൂഹത്തിൽ പ്രചാരത്തിൽ വന്ന ശേഷം നമ്മൾ പൊതുവായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് സാധു ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം കിട്ടും ഇതിനകത്ത്. അപ്പോൾ എങ്ങനെയാണ് സാധു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധുവാണ്, അതുകൊണ്ട് ബ്രാഹ്മണൻ. അപ്പോൾ സാധു എന്ന് പറഞ്ഞാൽ സത്കർമ്മനിഷ്ഠ ഉള്ളവൻ എന്നാണ് സാധുവിൻ്റെ അർത്ഥം. സത്കർമ്മനിഷ്ഠയോടുകൂടിയവൻ എന്ന്. സത്കർമ്മനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്കർമ്മം എന്താണെന്നുള്ളത് വേദപ്രതിപാദിതമായിട്ടുള്ള കർമ്മമാണ് സത്കർമ്മം. അതുകൊണ്ട് വേദേ പ്രതിഷ്ഠ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. വേദേ യസ്യ പ്രതിഷ്ഠ, യാതൊരുവനാണോ വേദത്തിൽ പ്രതിഷ്ഠയുള്ളത് ആ പ്രതിഷ്ഠയോടുകൂടിയവനാണ് വേദവിത്ത് എന്ന് പറയുന്നു. അത് ആ വേദവിത്താണ് തത്വവിത്ത്. ആ തത്വവിത്താണ് ഇവിടെ നിരഹങ്കാര അല്ലെങ്കിൽ നിരഹങ്കാരി, ഇങ്ങനെയൊക്കെ പറയാവുന്ന തരത്തിലേക്ക് നിൽക്കുന്നു. സ ബ്രാഹ്മണ എന്ന് കിട്ടും. അത് നമുക്ക് ബ്രാഹ്മണൻ എന്ന് കിട്ടും. അയം ബ്രാഹ്മണ തസ്മാത് തദപേക്ഷയാ ഏവ സാഹങ്കാരേണ വാ ഇതി ഉക്തം. അപ്പം അതിനെ അപേക്ഷിച്ചിട്ടാണ് ഈ സാഹങ്കാരം നിരഹങ്കാരം തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളുള്ളത് ഈ ശ്ലോകത്തിൽ എന്ന്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ഭാഷ്യത്തിലൊന്നും പറയാത്തൊരു സംശയം വരാം. ആ സംശയം ഇങ്ങനെയാണ്. ഇതിനകത്ത് സാത്വികൻ, രാജസൻ, താമസൻ, ഓക്കെ, ഈ മൂന്നെണ്ണം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് സാത്വിക കർമ്മം ചെയ്യുന്നവൻ സാത്വികൻ എന്നുള്ള രീതിയിൽ നിർവചനം അനുസരിച്ച് സാത്വിക കർമ്മത്തിന് നിരഹങ്കാരത്വം പറഞ്ഞു, രാജസ കർമ്മത്തിന് സാഹങ്കാരത്വവും പറഞ്ഞു ആണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാത്വികം കർമ്മ എന്ന് പറഞ്ഞിട്ട് നിർവചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു, തത്വവിത്ത് എന്ന് പറഞ്ഞു, ശ്രോത്രിയൻ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശ്രോത്രിയൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ശ്രോത്രിയൻ എന്ന് പറഞ്ഞ ശേഷം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷത്രിയൻ ഇവിടെ ഇതിൻ്റെ പരിധിക്കുള്ളിൽ വരത്തില്ലല്ലോ, വൈശ്യൻ പരിധിക്കുള്ളിൽ വരത്തില്ലല്ലോ, ശ്രോത്രിയൻ ശൂദ്രൻ ഇതിൻ്റെ പരിധിക്കുള്ളിൽ വരത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേവലം ബ്രാഹ്മണർക്ക് മാത്രമേ ഈ കർമ്മയോഗത്തിന് അധികാരമുള്ളൂ. അതാണല്ലോ ഇപ്പം പറഞ്ഞു വന്നത്. അഹങ്കാരമില്ലാത്തവരായിട്ടും തത്വജ്ഞാനമുള്ളവരായിട്ടും ഒക്കെ കേവലം ബ്രാഹ്മണർ മാത്രം എന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നിർവചനത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത് ഈ ഭാഷ്യത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, അതായത് ബ്രാഹ്മണസ്യ രക്ഷണേന ധർമ്മസ്യ രക്ഷ എന്ന ഒരു പൊതുതത്വത്തെ സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ആചാര്യന് ബ്രാഹ്മണ ധർമ്മത്തെ ബലപ്പെടുത്തിയെടുക്കേണ്ടി വരുന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇതാണ് ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ, അതായത് ശങ്കരാചാര്യരുടെ കാലത്തെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് ചരിത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ബൗദ്ധപ്രഭാവത്താൽ കേരള ഉൾപ്പെടെ, അതായത് നോർത്ത് ഇന്ത്യ മുതൽ, അതായത് ഇവിടെ ഈ നേപ്പാൾ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങൾ മുഴുവനും ബുദ്ധമത അനുയായികളാൽ നിറഞ്ഞിട്ട് ഈ ബൗദ്ധിക ധർമ്മത്താൽ വൈദിക ധർമ്മ നിഷ്കാസനമുണ്ടായി. വൈദിക ധർമ്മത്തിന് പ്രാധാന്യമില്ലാണ്ടായി. അപ്പം വൈദിക ധർമ്മത്തെ കൊണ്ടു നടക്കുന്ന ബ്രാഹ്മണരാണ് അതിലൂടെ ഇല്ലാതായിപ്പോയത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വെച്ചുകൊണ്ട് നമ്മൾ നോക്കണ്ട, അന്ന് ബ്രാഹ്മണർ ഇതേമാതിരി പരിഹസിക്കപ്പെടുന്ന, ബ്രാഹ്മണ്യം തന്നെ ഉപേക്ഷിക്കപ്പെടുന്ന, ബ്രാഹ്മണ കർമ്മത്തിനെ എല്ലായിടത്തും പരിഹസിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ ബൗദ്ധ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
എന്താണ് യജ്ഞത്തിനെതിരായിട്ടും വേദത്തിനെതിരായിട്ടും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഒരു പുറപ്പാട്. അതുകൊണ്ട് അത് മുഴുവൻ ഈ വൈദിക കർമ്മത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞു. ജനങ്ങളോട് വൈദിക കർമ്മം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന ഒരു മതമാണ് ബുദ്ധമതം. വൈദിക കർമ്മം ചെയ്യരുതെന്ന് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധ മതാനുയായികളാക്കി കഴിയുമ്പോൾ ഈ വൈദിക കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മണർക്ക് നിത്യവൃത്തി കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത തരത്തിൽ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത തരത്തിൽ, വൈദിക ധർമ്മ പരിപാലനം സാധ്യമല്ലാതിരിക്കെ അവർ ബ്രാഹ്മണ്യം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതികളിലേക്ക് പോകുന്നു. പിന്നെ അവർ മറ്റു ഉപജീവന മാർഗം എന്ന് പറയുന്നത് തൊഴിൽ ശാലകളിലേക്ക് പോയിട്ട് മറ്റുള്ള വിഭാഗം ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്നു. കാരണം ബ്രാഹ്മണ കർമ്മത്തിന് ആരും മാനിക്കുന്നില്ല, വൈദിക കർമ്മത്തിന് സമൂഹത്തിന് സ്വീകാര്യതയില്ല. ഇങ്ങനെ വരുന്നു. ഉള്ളത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ബുദ്ധ വിഹാരങ്ങളും ബുദ്ധ ഈ എന്താണ് ക്ഷേത്രമല്ല, അവിടെ ബുദ്ധ ആരാധനാലയങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ വൈദിക ധർമ്മം തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണരുടെ മഹിമ ലോകത്തിന് വീണ്ടും മനസ്സിലാക്കി കൊടുക്കണം. ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് വീണ്ടും മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ബ്രാഹ്മണ്യം എത്ര ശ്രേഷ്ഠമാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാഷ്യത്തിൻ്റെ തുടക്കം മുതൽ ഈ ബ്രാഹ്മണ പ്രശംസ എന്ന് പറയുന്നത് അവിടെ നമുക്ക് കാണാം. കാരണം ബ്രാഹ്മണസ്യ രക്ഷണേന സ ധർമ്മസ്യ രക്ഷ എന്നുള്ള രീതിയിൽ ഭാഷ്യം തുടക്കം തന്നെ അങ്ങനെയാണ്. അതിന് മുമ്പ് ഒരിക്കൽ പറയുകയുണ്ടായി ഭാഷ്യത്തിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും വന്നു കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണ എന്നുള്ളത് എടുത്തു കാണിച്ചത്. അതായത് നമ്മൾ ധർമ്മത്തിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മം ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ പോലെയാണ്. എവിടെയാണ് അതിന് ആധാരം നിൽക്കുന്നത്? അപ്പം ധർമ്മം ചെയ്യുന്നവരെ രക്ഷിക്കുന്നതിലൂടെ മാത്രമേ ധർമ്മത്തെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ അതിനെ ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ട് പ്രിൻ്റ് ചെയ്ത് നാടുകളെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. ധർമ്മത്തെ ആര് രക്ഷിക്കുന്നുവോ അവരെ രക്ഷിക്കുക, അപ്പോൾ ധർമ്മം രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത്. ഇനി ധർമ്മത്തെ രക്ഷിക്കാൻ ആളിനെ കിട്ടിയില്ലെങ്കിലോ നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കണം. അതാണ് മാർഗ്ഗം, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഒന്ന്, നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുന്നവരായിട്ട് നമ്മൾ തന്നെ സ്വയം മാറുക. രണ്ട്, ധർമ്മത്തെ രക്ഷിക്കുന്നവരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് മൂന്നാമത്തേതാണ് അവരെ ശാശ്വതമായിട്ട് ധർമ്മരക്ഷകരായിട്ട് സമൂഹം അംഗീകരിക്കുന്ന വിധത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ശാശ്വതമായിട്ട് ധർമ്മരക്ഷ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ബ്രാഹ്മണ എന്നുള്ള ഒരു പദം വരുന്നത്. കാരണം ബ്രാഹ്മണർ എന്ന് പറയുന്നത് ശാശ്വതമായിട്ട് വൈദികകാലം മുതൽ തന്നെ ധർമ്മരക്ഷയിൽ പ്രതിഷ്ഠിതരാണ് എന്ന്. അപ്പം അതായത് കർമ്മനിഷ്ഠയല്ലത്, ധർമ്മനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെ പ്രതിഷ്ഠ നിൽക്കുന്നത് വേദത്തിലാണ്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധർമ്മത്തിൻ്റെ പ്രതിഷ്ഠ നിൽക്കുന്ന വേദമാണ്. കാരണം വേദമാണ് നിർവചിച്ചിരിക്കുന്നത് ധർമ്മം എന്താണ്. അപ്പം ധർമ്മത്തിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ രക്ഷയിലാണ് നിൽക്കുന്നത്. വേദത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് ബ്രാഹ്മണനിലൂടെയുമാണ്. കാരണം വേദം പഠിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ വേദമില്ലാണ്ട് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പോക്ക്. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ പ്രശംസ നമുക്ക് തുടർച്ചയായിട്ട് കാണാൻ സാധിക്കുന്നത്. ക്രിയത്തെ ബഹുലായാസം തദ്രാജസമുദാഹൃതം. അപ്പോൾ ഇത്രയും കഴിഞ്ഞല്ലോ. അപ്പോൾ അതാണ് സാഹങ്കാരാണ് എന്ന് പറഞ്ഞു. പിന്നെ ക്രിയത്തെ ബഹുല ആയാസം. അപ്പം ബഹുലായാസം വളരെയധികം ആയാസത്തോടു കൂടിയിട്ട്, മഹതാ ആയാസേന എന്ന് വളരെയധികം ആയാസം പ്രയാസം. ക്രിയത്തെ ചെയ്യുന്നുവോ തദ് രാജസം ഉദാഹരണം. അതിനെയാണ് രാജസ കർമ്മ എന്ന് പറയുന്നത്. ഇനി അടുത്തുണ്ട്, നമുക്ക് താമസം കർമ്മം എന്താണെന്ന് നോക്കാം. അനുബന്ധം ക്ഷയം ഹിംസാം അനപേക്ഷിച്ച പൗരുഷം മോഹാതാരഭ്യത്തെ കർമ്മ യത്താമസം ഉച്യത്തെ. അനുബന്ധമായിട്ടുള്ളത്. നമ്മളൊരു പുസ്തകം എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം കുറച്ച് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിന് അനുബന്ധം എന്ന് പറയത്തില്ലേ. ഇത് തന്നെയാണ് അനുബന്ധം. അതാണ് പശ്ചാദ്ഭാവി യദ് വസ്തു സ അനുബന്ധം ഉച്യത്തെ എന്ന്.
അതായത് ഒന്നിനു ശേഷം പിന്നീട് വരുന്ന അതിനെയാണ് അനുബന്ധം എന്ന് പറയുന്നത്. പശ്ചാത് ഭാവി, പിന്നീട് ഭവിക്കുന്നത്, അതായത് വന്നു ചേർന്നതിന് ശേഷം എന്ന് പറയാം. നമ്മളെ എന്താണ് ഈ കാല് തട്ടി വീണതിന് ശേഷം, അതാണ് ഈ ഇപ്പം കാല് തട്ടി അതിനാൽ വീണു. അപ്പം നമ്മൾ ആ വീഴ്ച ആണ് ഇവിടുത്തെ അനുബന്ധം എന്ന് പറയുന്നത്. കാല് തട്ടി എന്നുള്ളത് ആദ്യത്തേത്, വീണു എന്നുള്ളത് രണ്ടാമത്തേതാണെങ്കിൽ ഈ അനുബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണു എന്നുള്ള അവിടെ. അപ്പോൾ അതിന് സമമായിട്ട് നമ്മൾ കാണണം. അതുപോലെ അനുബന്ധം ക്ഷയം, അത് പിന്നീട്, അതായത് നമ്മളങ്ങ് ചെയ്തു പോകുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗമുണ്ടല്ലോ, ചെയ്തു പോകുക എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവനങ്ങ് ചെയ്തു പോയി എന്നൊക്കെ പറയത്തില്ലേ, ഇതാണ് ബോധമില്ലാണ്ട് ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ. അനുബന്ധം ക്ഷയം ഹിംസാം, പിന്നെ ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇരുന്ന് കരച്ചിലുമായി. ഇതാണ് അനുബന്ധം. പിന്നെ ക്ഷയം, ക്ഷയത്തിൻ്റെ അർത്ഥം എന്താ? ക്ഷയം യസ്മിൻ കർമ്മണി ക്രിയമാണേ ശക്തിക്ഷയ അർത്ഥക്ഷയ വാ സ്യാത്തം ക്ഷയം. ശക്തിക്ഷയമോ അർത്ഥക്ഷയമോ ഏതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നുവോ, അല്ലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്നു, അതിനെയാണ് ക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടനെ ഭക്ഷണം മേടിച്ച് കഴിച്ചു, അതുകൊണ്ട് അർത്ഥക്ഷയം ഉണ്ടായി, അതുകൊണ്ട് ഇത് താമസം കർമ്മം അർത്ഥത്തിലേക്ക് എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷയം എന്നിവിടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദുഃഖം നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഈ താമസം കർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതൊരു നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടായിരുന്നു മേടിക്കേണ്ടായിരുന്നു ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷയമായി. അതൊരു ലാഭമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ പിന്നെ അത് ക്ഷയമല്ല. ക്ഷയം എന്ന് പറയുന്നത് നഷ്ടമാണ്. അപ്പോൾ അത് നഷ്ടക്കച്ചവടം ഉണ്ടായി കഴിയുമ്പോഴുള്ള നിരന്തരമായ തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ക്ഷയം. ഹിംസ, പിന്നെ വേറൊരു ഘട്ടമാണ്, ചിലത് ഹിംസയോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹിംസ ഏത് തരത്തിൽ വേണമെങ്കിലും ആകാം. ഹിംസയ്ക്ക് തന്നെയുണ്ട് നമുക്ക് പല മാനങ്ങളുണ്ട് ഹിംസ. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ മാനങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഹിംസ. ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അവനവൻ്റെ ശരീരത്തിൽ അന്തസ്ഥനായിട്ടുള്ള എന്നെ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് ഇവൻ ഓരോന്നും ചെയ്യുന്നു, അതും ഹിംസയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനവനെ പീഡിപ്പിക്കൽ, നാട്ടുകാരെ പീഡിപ്പിക്കൽ, ദേവന്മാരെ പീഡിപ്പിക്കൽ, ഇങ്ങനെ അതൊരു പീഡനം എന്ന് പറഞ്ഞു. ഇതാണ് ഹിംസ. അനപേക്ഷിച്ച പൗരുഷം, പിന്നെ അപേക്ഷ കൂടാതെ, അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആവശ്യം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനപേക്ഷിച്ച പൗരുഷം കൂടാതെ എന്ന്, പൗരുഷത്തിൻ്റെ ആവശ്യമില്ലാതെ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യം ബോധിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇന്നത് ഇപ്പം ഈ അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിനെ ഏതാണ്ട് ബെഗ്ഗിങ് എന്നുള്ള നിലയിലുള്ള ആക്കി വെച്ചു. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അപേക്ഷിക്കുന്നു എന്ന്, വിനീതമായിട്ട് അപേക്ഷിക്കുന്നു എന്ന്, കേണുവീണ് അപേക്ഷിക്കുന്നു, അവധി നൽകണമേ എന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും ഇല്ല. അത് പക്ഷെ ആ തരത്തിലാക്കി വെച്ചു എന്നുള്ള ഒരു ഇവിടെ ഈ സമൂഹത്തിൽ ആ തരത്തിൽ പ്രയോഗം നടത്തിയിട്ട് ഒരു നികൃഷ്ടത്വം ഉണ്ടാക്കി വെക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് മാറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ അങ്ങനെ ആ തരത്തിലൊന്ന് ഭാഷാപ്രയോഗം പോലും ഒരു നല്ല സൊസൈറ്റിയുടെ ലക്ഷണമല്ല എന്നുള്ള, ഈ താഴ്മയായിട്ട്, വിനീതമായിട്ട്, വിനയാന്വിതനായിട്ട്, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഇത് കേട്ടിട്ട് മറ്റൊരാൾ സുഖിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് പദപ്രയോഗം മാറി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ അഹങ്കാരം, നമ്മളൊരു സാധാരണ മലയാളത്തിൽ പറയുന്ന അഹങ്കാരം ഉണ്ടല്ലോ, അത് കേട്ട് കഴിയുമ്പോൾ ചിലരുടെ അഹങ്കാരം അങ്ങോട്ട് തൃപ്തിപ്പെടുത്തുന്ന വകയായിട്ട് മാറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തകരാറെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഈ അടിമത്വത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മാതിരിയുള്ള പദപ്രയോഗങ്ങളൊന്നും വരത്തില്ല. കാരണം എല്ലാവരും സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ പണ്ട് തൊട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ, സമരായിട്ട് സമബുദ്ധിയോടുകൂടിയൊക്കെയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മാതിരിയുള്ള ഒന്നും ഒരു കാര്യമില്ല. നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്ന് പറയുന്നു. നമ്മൾ ആ ആവശ്യം, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആവശ്യം ന്യായയുക്തമാണ്, അത് നിയമാനുസൃതമാണ് എന്നുണ്ടെങ്കിൽ അത് നടത്തിത്തരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നവരുള്ളത്.
അവരവിടെ ഇരിക്കുന്നു, നമുക്ക് നടത്തിത്തരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവരത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവരിയ്ക്കാൻ യോഗ്യരല്ല എന്നത് മനസ്സിലാക്കിയിട്ട് അവരെ അവിടെ നിന്ന് മാറ്റാൻ ശേഷിയുള്ള ഒരു ഭരണ സംവിധാനമുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരാൾ ആവശ്യം പറയുന്നു, നടത്താൻ പറ്റുന്നതാണെങ്കിൽ നടത്തുന്നു, അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണത്തോടുകൂടി പറയുന്നു ഇത് സാധ്യമല്ല. സിമ്പിളാണ് സംഗതി. അല്ലാതെ അതിന് ഈ പറഞ്ഞ എന്താണ് താണു വീണ് കേണ അപേക്ഷിച്ചിട്ട് ഔദാര്യം എന്നതുപോലെ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരുമടാ എന്ന് പറയാൻ അഹങ്കാരം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്ത ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. അപ്പം അനുബന്ധം ക്ഷയം ഹിംസാം അനപേക്ഷിച്ച പൗരുഷം. ഇവിടുത്തെ സംഗതിയാണെങ്കിൽ പൗരുഷമൊന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് അനപേക്ഷിച്ച പൗരുഷം. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം. പൗരുഷം പുരുഷകാരം ശക്നോമി ഇതം കർമ്മ സമാപയിതും ഇതി ഏവം ആത്മസാമർഥ്യം ഇതി ഏതാനി. അപ്പം എന്ന് പറഞ്ഞാൽ ആത്മസാമർഥ്യം, നമുക്കൊരു എന്താണ് ഈ പൗരുഷം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കുടിലത വഞ്ചനത എന്നുള്ളത് ആ പൗരുഷത്തിൽ പെടുന്നതല്ല. പൗരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആത്മസാമർഥ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമർഥ്യമുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുമ്പോഴാണ് പൗരുഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് പൗരുഷം ഉണ്ടെന്ന് പറഞ്ഞ് മീശ വിരിച്ച് നടക്കുക എന്നുള്ളതല്ല അർത്ഥത്തിൽ. നമുക്ക് അത് ചെയ്യാൻ ശേഷിയാണ്. ഈ പൗരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ശേഷി, ആ ചെയ്യാനുള്ള ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ പൗരുഷമായി, അത്രയേ ഉള്ളൂ. നമ്മൾ വീര്യം എന്നൊക്കെ എല്ലായിടത്തും പറയത്തില്ലേ, അതിന് സമമായിട്ടുള്ളൊരു പ്രയോഗമാണ് ഈ പൗരുഷം എന്ന് പറയുന്നത്. അത് പുരുഷസ്യ ഭാവഹ പൗരുഷം. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമാണ്, പരമാത്മാവാണ്. പരമാത്മാവിൻ്റെ ഭാവമാണ്, ആദിപുരുഷൻ്റെ ഭാവമാണ്. ഈ തരത്തിലുള്ള അർത്ഥമൊന്നും പോകണ്ട. പൗരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനുള്ളൊരു കഴിവ്, ശേഷി. അപ്പോൾ ആ കഴിവ് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കഴിവ്, ആ കഴിവില്ലാത്തവൻ എന്നുള്ളത്, അതാണ് പൗരുഷമില്ലായ്മ. അനപേക്ഷ എന്ന് പറഞ്ഞാൽ പൗരുഷത്തിൻ്റെ ആ കഴിവിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ കഴിവിൻ്റെ കൂടി ആവശ്യമില്ലാതെ അങ്ങ് ഉള്ള ഒരു രീതിയാണ്. ഇതാണ് ആത്മസാമർഥ്യം. ഇത് ഏതാനി അനുബന്ധാദീനി അനപേക്ഷ്യ. ഇതിൻ്റെ ഒന്നും ആവശ്യം കൂടാതെ എന്നുള്ളത്. മോഹാത്, പിന്നെയോ അവിവേകതയാ മോഹാത്, മോഹത്താൽ, അവിവേകം കൊണ്ട്. ആരഭ്യതേ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 മണിക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് അതുവഴി കടന്നു പോകുന്ന ഒരാളിനെ കൊള്ളയടിച്ചു. ഇതൊരു പൗരുഷമാ. ഇതാണ് പൗരുഷമില്ലായ്മ എന്ന് പറയുന്നത്. കൊള്ളയടിച്ചു, അത് കർമ്മമാണ്, അതിൻ്റെ ഫലം കിട്ടും, അത് പോട്ടെ, അതെങ്ങനെയെങ്കിലുമൊക്കെ ആണെന്ന് പറയും. പക്ഷേ അതിനകത്ത് എവിടെയാണ് ഈ പൗരുഷം ഉള്ളതെന്ന്? ഇതാണ് ഒരാളെ കെട്ടി എന്താണ് ഈ മയക്കുമരുന്നും കൊടുത്ത് കൊണ്ടുവന്ന് മുറി കൊണ്ടിട്ടിട്ട് കെട്ടിത്തൂക്കി. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിനക്കെന്നെ തല്ലണമല്ലേ, തല്ലടാ എന്ന് പറഞ്ഞാൽ തല്ലുക. ഇതാണ് പൗരുഷമില്ലായ്മ എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള കാണിച്ചു കൂട്ടൽ, അതൊക്കെ പൗരുഷമില്ലായ്മയിൽ തന്നെ വിടുന്നതാണ്. ഇതിനൊന്നും എന്താ ഇവിടെ ഇതിനൊക്കെ എന്താണ് പൗരുഷം എന്ന് പറയാനുള്ളത്? ഇതും പൗരുഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, ശക്തി തെളിയിക്കുന്നത്. ഏതാനി അനുബന്ധാദിനി. അതുകൊണ്ടാണ് ഭഗവാൻ ഇതിനെയൊക്കെ എടുത്തു പറയേണ്ടി വരുന്നത്. അതിൻ്റെ താമസം കർമ്മമാണ് ഇവൻ ചെയ്യുന്നത്. ഇവനിത് അറിയുന്നില്ല, ഇവൻ വലിയ പൗരുഷമുള്ളവനാണെന്ന് നടിക്കുന്നു. പക്ഷേ ഇത് താമസത്തിൽപ്പെടുന്നതാണ്, ഇതിനകത്ത് പൗരുഷമൊന്നുമില്ല. ഇതെന്താ കാര്യം? ഈ മോഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനമാണ് മോഹം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ എല്ലാം ഉണ്ട് ഈ അജ്ഞാനത്തിൽ. അവിവേകത്തിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. വിവേക സ്വത്വമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാതിരി പോകത്തില്ല എന്ന്. അതുകൊണ്ടാണ്, അതായത് താമസവും രാജസവും സാത്വികമായ കർമ്മത്തിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ലാത്തതാണ് താമസ കർമ്മം എന്ന് പറയുന്നതിലേക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ആരും താമസകർമ്മത്തിലേക്ക് പോകരുതെന്നാണ്. അല്ലാതെ നമ്മൾ വരുന്ന ചില കർമ്മങ്ങളിൽ താമസികമാണ്, അത് നമുക്ക് ചെയ്യേണ്ടി വരുന്നു. മറ്റു ചില കർമ്മങ്ങൾ രാജസമാണ്, അത് നമുക്ക് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധൂകരിക്കാൻ പോകണ്ട. താമസമാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കർമ്മത്തിൻ്റെ നിർവചനത്തിൽ പെടുകയാണെങ്കിൽ അനുബന്ധം, ക്ഷയം, ഹിംസാം, അനപേക്ഷ, ഇതൊക്കെയാണ് ഇതിൻ്റെ നിർവചനങ്ങൾ. ശക്തിക്ഷയം വരുത്തുന്നതാണ് എങ്കിൽ, ഹിംസയോട് കൂടിയതാണെന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഉപേക്ഷണീയം എന്നുള്ളതാണ്.
അത് ചെയ്യുന്നവരെയും ഉപേക്ഷിക്കണം, അത് നമ്മൾ ചെയ്യാനും പാടില്ല. ഇപ്പോൾ ഈ രണ്ട് തരത്തിലുമായി. അപ്പം നമ്മൾ സൗഹൃദത്തിന് നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ടിത് നോക്കിയിരിക്കണം. അതിനകത്ത് ഈ താമസ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നു. അതാണ് ഈ പല പല സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാം, ചതി പറ്റുന്നത് മുഴുവൻ കൂടെ നടക്കുന്ന ആൾക്കാരാണ് കൊണ്ട് ചതിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അതും പ്രത്യേകിച്ച് നമ്മൾ സാധാരണ മനുഷ്യർക്ക് അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ പണ്ട് കാലത്തെ ഈ തച്ചോളിയോ തേനൻ്റെയൊക്കെ കാലത്തെ ഉണ്ടായിരുന്ന ഈ ചതിപ്രയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തക്കാരാണ് ഈ ചതി നടത്തുന്നത് ആ കാലത്തിൽ. അപ്പോൾ ഇക്കാലത്താണെന്നുണ്ടെങ്കിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഓഫീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചതികളൊക്കെ നടത്തുക എന്ന് പറയുന്ന സഹപ്രവർത്തകർ എന്നുള്ളത് ഇപ്പോഴും കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ അതിനകത്ത് വിടും. ഇതാണ് എന്നാൽ ഇതൊക്കെ ഈ പൗരുഷം വേണ്ട. ചതി നടത്താൻ എന്താണ് ഇവിടെ പൗരുഷത്തിൻ്റെ ആവശ്യം? അതാണ് അതിൻ്റെ സ്വഭാവം എന്നുള്ളത്. അത് ഈ കൂടെ നിന്നും ചതി നടത്തും. ഈ ശത്രുവിനെ ചതിക്കുക എന്ന് പറയുന്നത് അത് വേറൊന്ന്. അതല്ല, അത് ഈ കൂടെ നിന്ന് ചതിക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ശത്രുവാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അങ്ങനെ വരുമ്പോഴാണ് അവരെയൊക്കെ നമ്മൾ ഒരിക്കലും നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം എന്നുള്ളത്. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെയൊക്കെയാണ് ഈ ഗീത നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് അവിവേകത ആരഭ്യതേ കർമ്മ യത്തത് താമസം തമോ നിർവർത്തം ഉച്ചതിന് താമസം കർമ്മ എന്ന് പറയുന്നു. മുക്തസംഗോ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിതഃ സിദ്ധ്യസിദ്ധ്യോർ നിർവികാരഃ കർത്താ സാത്വിക ഉച്യത്തെ. അപ്പം നമ്മൾ ആ 19ാമത്തെ ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിനെക്കുറിച്ചും കർമ്മത്തിനെക്കുറിച്ചും പറഞ്ഞു. ജ്ഞാനം കർമ്മ ച കർത്താച്ച ത്രിധൈവ ഗുണഭേദതഃ. അപ്പം മൂന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്ന കർത്ത, ആ കർത്താവിനെ കുറിച്ചാണ് ഇപ്പം പറയുന്നത്. മുക്തസംഗോനഹംവാദി ധൃത്യുത്സാഹ സമന്വിതഃ സിദ്ധ്യസിദ്ധ്യോർ നിർവികാരഃ കർത്താ സാത്വിക ഉച്യത്തെ. സാത്വികഃ ഉച്യത്തെ. അപ്പോൾ മുക്തസംഗഃ സംഘമില്ലാത്തവൻ, അനഹംവാദി അഹങ്കാരം, അഹംവാദി അനഹംവാദി. അഹങ്കാരഃ എന്ന് പറയുന്നതിന് പകരം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് അഹംവാദി എന്ന് പറയുന്നത്. അഹം എന്ന് വാദിക്കാത്തവൻ, അഹങ്കാര. അഹം ഇത് കർത്ത എന്ന്, അഹം ഇതി കർത്ത എന്നുള്ളതല്ല അഹങ്കാരഃ എന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ അഹം ഇതി വാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നൊരു വാദമേ ഇവൻ പ്രയോഗിക്കത്തില്ല. അതുകൊണ്ട് ഇവനൊരു ദിവ്യനാണ്. അങ്ങനെയൊന്നല്ല എൻ്റെ അർത്ഥം. വാക്കല്ല പ്രാധാന്യം, ഇതിന് അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ഈ അഹം എന്ന് പറഞ്ഞാൽ വാക്ക്. ചിലരങ്ങനെ പ്രയോഗിക്കും. ഐ കൂടാതെ തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഈ ഞാനെന്നുള്ളത് പറയാതെ ഒരു വാക്യം പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ചിലർ മനഃപൂർവ്വം ആ ഞാനെന്നുള്ളത് പ്രയോഗിക്കാതെ വാക്യങ്ങൾ മുഴുവൻ പറയുന്ന ആൾക്കാരുണ്ട്. ചിലർ ഇത് രണ്ടും കൂടെ ഇതിനല്ലാതെ ഈ തേർഡ് പേഴ്സണിൽ കയറി പറയുന്നുണ്ട്. ഇവൻ നടക്കാൻ പോകുമ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ തിരുമനസ്സൊക്കെ ഉണ്ടായത്. തിരുമനസ്സും തിരുമനസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നും അദ്ദേഹം എന്നും കൂടെ പറയുന്നതിന് പകരം തിരുമനസ്സും തിരുമേനിയൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ആ ശരീരം ഈ ശരീരം, ആ മനസ്സ് ഈ മനസ്സ് എന്നൊക്കെ ഉള്ളതിന് പകരം തിരുമനസ്സായി, തിരുമേനിയായി. മേനി എന്ന് പറഞ്ഞ ശരീരം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഈ അഹങ്കാരമില്ലായ്മ, ദിവ്യത്വം ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പ്രയോഗിച്ചുണ്ടാക്കിയ വാക്കുകളാണ്. അപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ പ്രയോഗം. ഇവിടെ മുക്തസംഗഃ അനഹംവാദി, നമ്മൾ ഈ അഹങ്കാരം ഇല്ലാത്തതിൻ്റെ തത്വജ്ഞാനി എന്നുള്ള അർത്ഥം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ മുക്തസംഘ സംഘമില്ലാത്തവനായിട്ട്, മുക്തസംഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസക്തിരഹിതൻ എന്നുള്ളതിന് നമ്മൾ മുക്തസംഘ എന്നുള്ളതിന് ആസക്തി ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥവും അവിടെ കാണുകയുണ്ടായി. മുക്തസംഘോ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത, ഉത്സാഹത്തോടു കൂടിയിട്ട്. മലയാളത്തിൽ ഉത്സാഹം എന്ന് പറയും, സംസ്കൃതത്തിൽ പറയുമ്പോൾ ഉത്സാഹം എന്നുള്ളത് പറയുന്നത്. ഇല്ല് ഉത്സാഹം എന്നുള്ളത് ഉത്സാഹമേ ഉള്ളൂ. ഇല്ല് കയറിയിട്ട് മലയാളത്തിൽ കയറി എല്ലാം ഇല്ലാക്കി മാറ്റി എന്നുള്ളതാണ്. ഇല്ലിന് ചില നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ഇല്ല് കയറി വരാവൂ, അല്ലാതെ ഇല്ല് വരാൻ പാടില്ല എന്നുള്ളതാണ്. വാൽമീകി, അവിടെ വാത്മീകി എന്നുള്ളതല്ല, വാൽമീകി എന്നുള്ളത് ഇല്ല് തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. ധൃത്യുത്സാഹ സമന്വിതഃ.
അപ്പം ധൃതിയോട് കൂടിയിട്ടും പിന്നെ ഉത്സാഹസമന്വിത ഉത്സാഹത്തോടു കൂടിയവനായിട്ടും സിദ്ധ്യോർ നിർവികാര ഇതാണ് നമുക്ക് സിദ്ധിയിലും അസിദ്ധിയിലും നിർവികാരത്തോടു കൂടിയവനായിട്ട്. എന്താ അതൊരു വലിയ പ്രയോഗമാണല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ ഈ നിർവികാരത എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു നിർവികാര കാണാത്ത ഭാവത്തിരിക്കുക, ഇതാണോ നിർവികാരത? അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നല്ലത്? ചിലർ നിർവികാരത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിക്കുഴച്ച് എന്നിട്ട് അതിനകത്ത് എനിക്ക് ഒരു രുചിയും വേറെ ഇല്ല എല്ലാം. അപ്പം ഇങ്ങനെയുള്ളതാണോ നിർവികാരത? ഒന്നും നിർവികാരതയൊന്നുമല്ല. ചിലർ വേറെ അതിനകത്തുണ്ട്, വേറെ ഇങ്ങനെ പല പ്രയോഗങ്ങൾ. അപ്പം അതൊന്നും അല്ല നിർവികാരത. അപ്പം നമുക്ക് നിർവികാരതയുടെ അർത്ഥം എന്താ? കേവലം ശാസ്ത്രപ്രമാണ പ്രയുക്ത ന ബലരാഗാദിന യഹ സഹ നിർവികാര ഉച്ചതി. കേവലം ശാസ്ത്രപ്രമാണ പ്രയുക്ത കണ്ട കയറി വന്നത് കണ്ടു, ശാസ്ത്രപ്രമാണത്തോടു കൂടിയവൻ എന്നുള്ളത്. അതായത് നിർവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ ശാസ്ത്രപ്രമാണം എന്നുള്ളത് കൊണ്ടുവരുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഈ ശാസ്ത്രം കൂടാതെ ഒന്നും സാധ്യമല്ല എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളതിൻ്റെ ആധികാരികത നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പറച്ചിൽ ശാസ്ത്രപ്രമാണ പ്രയുക്ത എന്ന ബലരാഗാദിന എന്ന്. ബലരാഗാദികൾ എന്നുള്ളത് വെച്ചിട്ടല്ല, ശാസ്ത്രപ്രമാണം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നിർവികാരത എന്നുള്ള ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ശാസ്ത്രത്തിലൂടെ വേണം ഈ നിർവികാരത്വമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ. അതല്ലാതെ നമ്മൾ എന്താ ഈ മനസ്സിൻ്റെ ഒരു ചിന്ത കൊണ്ട് കാണിക്കേണ്ട ഒന്നല്ല നിർവികാരത എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾ നിർവികാരത കാണിച്ചു, അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് ഒരു നിർവികാരത കാണിച്ചു, അതൊക്കെ നമുക്ക് ചിന്ത കൊണ്ട് നമ്മുടെ ഭാവന കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതല്ല നിർവികാരത. അതാണ് ഉദ്ദേശിക്കുന്നത്. സിദ്ധ്യോ നിർവികാര കർത്താ സാത്വിക ഉച്യത്തെ. അപ്പം അങ്ങനെയാണെങ്കിൽ രാജസനോ രാഗീ കർമ്മഫലപ്രേപ്സുഹു ലുബ്ധോ ഹിംസാത്മകോ ശുചി. അശുചിയാണ് അശുചി. ഹർഷശോകാന്വിത കർത്താ രാജസപരികീർത്തിത. രാഗീ രാഗമുള്ളവൻ. കർമ്മഫലപ്രേപ്സുഹു കർമ്മഫലത്തെ ഇച്ഛിക്കുന്നവൻ. ലുബ്ധ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ലുബ്ധ എന്ന് ഇവിടെയാണ് ലോഭം. അതാണ് ലുബ്ധ എന്ന് പറഞ്ഞാൽ ലോഭത്തോടു കൂടി. ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ചിലവാക്കാൻ വളരെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ലോഭ. അവനവന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, ഇത് രണ്ടും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ വെറുതെ കൊടുക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. വെറുതെ വരുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു നേട്ടമായിട്ട് എങ്ങും പറയുന്നില്ല. ഈ ആവശ്യത്തിന് ചിലവഴിക്കുന്നതിനകത്തുള്ള വിമുഖതയാണ് ഈ ലുബ്ധൻ എന്ന് പറയുന്നത്. അവനവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചയജ്ഞം ചെയ്യേണ്ടത് മറ്റുള്ള നാട്ടുകാരുടെ ആവശ്യമല്ല, അവനവൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചയജ്ഞം ചെയ്യാൻ മടി കാണിക്കുന്നവൻ ലുബ്ധനായി എന്ന്. ലുബ്ധ ഹിംസാത്മക. അപ്പം നമ്മൾ ഈ ഹിംസാത്മക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരദ്രവ്യം അപഹരിക്കലൊക്കെ ഹിംസയിൽപ്പെടുന്നതാണ്. ഇത്തരത്തിൽ മറ്റുള്ളവരെ അപഹരിച്ചാണെങ്കിലും ധനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് വിടും. അതുകൊണ്ടാണ് രാഗി എന്ന് പറയുന്നതും ഹിംസാത്മകത്വവും വരും. ഹിംസ എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. ഹിംസാത്മക. പിന്നെ അശുചി. എന്താണ് നമുക്ക് ഇതിനകത്ത് അശുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം കൊടുക്കുന്നത്? അശുചി ബാഹ്യാന്തശൗച വർജിത എന്ന്. അപ്പോൾ അന്തശൗചം ബാഹ്യശൗചം ഇങ്ങനെ രണ്ട് തരത്തിൽ, പുറത്ത് ശുദ്ധിയും അകത്ത് ശുദ്ധിയും ഇല്ലാത്തവൻ, അതാണ് അശുചി. ഹർഷശോകാന്വിത. പിന്നെ ശോകം അന്വിത. ഇത് സന്തോഷവും അത്യധികമായ സന്തോഷവും പിന്നെ അത്യധികമായ ദുഃഖവും, ഇങ്ങനെ സന്തോഷവും ദുഃഖവും ഇങ്ങനെ ചേർന്നിട്ടുള്ളവനായിട്ട്. ഹർഷശോകാന്വിത കർത്ത. അങ്ങനെയുള്ള കർത്താവാണ് രാജസ പരികീർത്തിത. അങ്ങനെയുള്ള കർത്താവിനെ രാജസകർത്ത എന്ന് പറയുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ താമസകർത്താവ് അയുക്ത പ്രാകൃതസ്തബ്ധ ഷഠോ നൈഷ്കൃതികോ ലസഃ വിഷാദി ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യത്തെ. അതും കൂടെ ആയി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയി. എന്താണ് അയുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തനല്ലാത്തവൻ. യുക്ത കർമ്മഫലം തെക്വ എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ. യുക്തൻ എന്ന് പറഞ്ഞാൽ യോഗയുക്തോ. അപ്പോൾ അങ്ങനെ യുക്തനല്ലാത്തവനെയാണ് പറയുന്നത് അയുക്തൻ എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ യോഗ്യതയില്ലാത്തവൻ, അതാണ് അയോഗ്യതയില്ലാത്തവൻ. അസമാഹിത എന്ന്. അസമാഹിത അന്തഃകരണത്തോട് കൂടി വരുന്നത്.
ഈ കളക്റ്റഡ് ബുദ്ധി ോട് കൂടാത്തവൻ, അന്ധകരണത്തോട് കൂടാത്തവൻ. അസമാഹിത, നമ്മൾ പറയത്തില്ലേ ഛിന്ന ഭിന്നമായ അന്ധകരണത്തോട് കൂടിയിട്ടുള്ളവൻ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി. അയുക്ത അസമാഹിത പ്രാകൃത അത്യന്ത അസംസ്കൃത ബുദ്ധി ബാലസമഹ. അപ്പം പ്രാകൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലസമഹ. അപ്പം ബാലൻ പ്രാകൃതനാണ്. ആ ബാലൻ പഠിച്ചാണ് പഠിക്കുന്ന പ്രോസസ്സാണ് സംസ്കൃതം എന്ന് പറയുന്നത്. സമ്യകൃതം, അതാണ് സംസ്കൃതം എന്ന് പറയുന്നത്. സം പ്ലസ് കൃതം, ഇതേ ഉള്ളൂ സംസ്കൃതം. ഈ സന്ധി റൂൾ അനുസരിച്ചിട്ട് സംസ് എന്നാകുന്നതാണ്. സമ്മ പ്ലസ് കൃതമാണ് സംസ്കൃതമായിട്ട് വരുന്നത്. ഈ സകാരഷ്ട്ര ഒരെണ്ണം റൂൾ അനുസരിച്ച് വന്നു ചേരുന്നതാണ്. നമ്മൾ സംസിൻ്റെ അർത്ഥം എന്താണെന്ന് തപ്പാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. സമ്മ പ്ലസ് കൃതമാണ് സംസ്കൃതം. അപ്പോൾ അയുക്ത പ്രാകൃത സ്തബ്ധ. അപ്പോൾ അങ്ങനെ സ്തബ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡവത്ത് നമതി കസ്മയിച്ചിത്ത് എന്നുള്ളത്. അപ്പം ദണ്ഡവത്ത് നമതി, ഒരാളെ പോലും മാനിക്കത്തില്ല എന്നാണ്. സർവരോടും പുച്ഛം. ഇങ്ങനെ ചില ഉണ്ട്. സർവ്വതിനോടും പുച്ഛം, സർവരോടും പുച്ഛം, ഒരാളെയും മാനിക്കത്തില്ല. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് തല്ലിനു മീതെ പരമൊന്നുമില്ലെന്ന് എല്ലാവരോടും കുതറി വാവേശിയും സപതി, ആ തരത്തിൽ പോകും. അതാണ് സ്തബ്ധൻ. ഇങ്ങനെയുള്ള ആളിനെ പറയുന്ന സ്തബ്ധൻ എന്ന് പറഞ്ഞാൽ സ്തംഭിച്ച് നിൽക്കുന്നവൻ. നമ്മൾ പറയത്തില്ലേ വാഴ കണക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ സ്തബ്ധ. ഇവരോടൊന്നും പോയിട്ട് നമ്മൾ മുട്ടാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമില്ലാത്തവനാണ്. ഇവൻ്റെ ഈ വാളാണെന്നുണ്ടെങ്കിൽ വാള് എന്താണ് പള്ളക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബോധമില്ല. അത് കാരണം അവൻ കത്തി വീശി കഴിഞ്ഞാൽ നമ്മൾ അടുത്തെങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേത്ത് കയറും. അപ്പോൾ ഇത് ഈ 2 രൂപയ്ക്ക് ഓട്ടോറിക്ഷക്കാരന് കത്തി കൊണ്ട് കുത്തിയെന്നും വട, ഈ ബൈക്കിലെ തന്നെ എന്താ ചായക്കും വടയ്ക്കും 10 രൂപയുടെ കാര്യത്തിൽ കുത്തിക്കുന്നു. ഇതൊക്കെയാണ് കേസ് കിട്ടുക. ബോധമില്ല എന്നുള്ള സ്തബ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബോധമില്ലാതെ ഒരു ഇതില്ല, അങ്ങോട്ട് കയറി ഒരു തോന്നലിൽ അങ്ങ് കയറി പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള കർത്താവ് അപകടകാരികളാണ്. സ്തബ്ധ ദണ്ഡവത്ത് നമതി കസ്മയിച്ചിത്. അപ്പോൾ ഒരാളെ പോലും ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും മാനിക്കത്തില്ല. അതാണ് കസ്മയിച്ചത്. പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡവത്ത് നമതി, ദണ്ഡ നമസ്കാരം എന്നുണ്ടല്ലോ. അപ്പോൾ ഗുരു പിന്നെ ക്ഷേത്രസ്ഥാനങ്ങളിൽ, പിന്നെ അതേമാതിരി ഗുരുസ്ഥാനങ്ങൾ, ക്ഷേത്രസ്ഥാനങ്ങൾ, പിന്നെ ഇതുണ്ടല്ലോ പല അതിഥികളെ നമസ്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പലതും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് കൃത്യമായിട്ട് അത് ചെയ്യണം എന്നുള്ളതല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടെന്നുള്ളത് കൊണ്ടല്ല. ഒരു ആചാരത്തെ മാനിക്കലാണ്, ആചാരത്തെയും സംസ്കാരത്തെയും മാനിക്കലാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ സംസ്കാരത്തെ ഒന്നും മാനിക്കാത്തവനാണ് ഈ ഷഠൻ എന്നുള്ള പ്രയോഗം, സ്തബ്ധ എന്നുള്ള പ്രയോഗം. ഇപ്പോൾ ഷഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാവി, ഷഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു രൂപമാണ് ഷഠൻ. അതായത് ഒരു മാതിരി മായാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രഹസ്യ സ്വഭാവമൊക്കെ കാണിക്കുന്നത്. പിന്നെ മായാവി ഷഠഃ നൈഷ്കൃതികോ അലസഃ. നൈഷ്കൃതികൻ പരവൃത്തി ഛേദനപരഃ. അതായത് നൈഷ്കൃതികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരവൃത്തി ഛേദനപരഃ. ദൂസരോം കാ വൃത്തി കാ ഛേദൻ കർണേ, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, അതാണ് പരവൃത്തി എന്ന് പറഞ്ഞാൽ. അവനവൻ്റെ മറ്റുള്ളവരുടെ എന്താ ഉപജീവന മാർഗ്ഗം ഇല്ലാണ്ടാക്കി കൊടുക്കൽ, ആ തരത്തിൽ. ഇത് നമുക്ക് ഇഷ്ടം പോലെ വാർത്തകൾ കാണാം ഇങ്ങനെ. ഇത് പെട്ടുന്നതാണ്. ഈ ഒരു നിർവചനത്തിൽ കൊടുത്താൽ മതി. ഏതാ നൈഷ്കൃതികൻ എന്ന് പറഞ്ഞാൽ മതി. ആരെങ്കിലും തൊഴിലില്ലാത്തവരാക്കി ആരെങ്കിലും പണിയില്ലാത്തവരാക്കി മാറ്റുന്നുണ്ടെങ്കിൽ, അതായത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരവൃത്തി ഛേദനപരഃ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നിർവചിക്കാൻ പോകണ്ട. ഇതിനകത്ത് പത്രം എടുത്ത് വായിച്ചാൽ മതി. പരവൃത്തി ഛേദനപരഃ നൈഷ്കൃതികോ. പിന്നെ അലസഃ, അടുത്തതാണ് അലസഃ എന്ന് പറഞ്ഞാൽ. അലസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും റോഡിൽ കാണും, ഒരു പണിക്ക് കാണത്തില്ല, റോഡിൽ കാണും, അതാണ് അലസഃ. അല്ലാതെ വീട്ടിൽ കയറിയും കട്ടിലേക്ക് കിടക്കുക എന്നുള്ള അർത്ഥമൊന്നും ഉണ്ടാകുന്നുണ്ട്. പിന്നെ വിഷാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയാരെയും ഒന്ന് തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധ്യമേ അല്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ചില എണ്ണങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിഷാദി എന്ന് പറയുന്നത്. നിത്യവിഷാദിയാണ്. നിത്യവിഷാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഉള്ളിൽ ഉണ്ട് ഇങ്ങനെ ഒരു മാതിരി എന്താ ഈ ചിലരുണ്ടല്ലോ എന്നും ഒരിക്കലും തടങ്ങാത്ത കോപത്തോടു കൂടി നടക്കുന്ന, അതേമാതിരിയുള്ള
വിഷാദി, പിന്നെ ദീർഘസൂത്രയിച്ച, പിന്നെ വലിയ പ്ലാനിങ്ങും പദ്ധതിയുണ്ട്. പ്ലാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യം നടക്കത്തില്ല. അതാണ് ദീർഘസൂത്രയിച്ച കർത്താ താമസ ഉച്ചത. അങ്ങനെയുള്ള കർത്താവിനെയാണ് താമസകർത്ത എന്ന് പറയുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.